മിനി കട്ട് ഡേ 2. 58 kg നിന്നും അറൗണ്ട് 53 kg ഒരു കട്ടിങ് ഫേസിലാണ് ഞാനിപ്പോൾ. രാവിലെ തന്നെ ഓട്സ് റെഡിയാക്കി, അതോടൊപ്പം തന്നെ ചുണ്ടൻകടലയൊക്കെ അളന്ന് കറക്റ്റ് എടുത്തു. വെള്ളം കൂടി നിർബന്ധമാണ്, മിനിമം 3 ലിറ്റർ വെള്ളം കുടിക്കണം. അതോടൊപ്പം തന്നെ രാവിലെ തന്നെ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു നിയർലി 2000 സ്റ്റെപ്സ് റീച്ച് ചെയ്യാനുള്ള ശ്രമമായി. പല്ല് തേച്ചും ഭക്ഷണം കഴിച്ചൊക്കെ നടന്ന് തന്നെ മാക്സിമം സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യാൻ ട്രൈ ചെയ്തു. അപ്പോഴാണ് വൈഫ് കിച്ചണിൽ ബീറ്റ്റൂട്ട് ചെത്തുന്നുണ്ട്. പിന്നെ ഞാൻ ചക്ക എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ചെത്തി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടേ, അതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ജിമ്മിലെത്തി സ്ഥിരമുള്ള പോലെ വെയിറ്റും ചെക്ക് ചെയ്തു, അല്പം കുറഞ്ഞിട്ടുണ്ട്. ഷോൾഡർ റീഹാബിന് വേണ്ടിയുള്ള എക്സസൈസ് തന്നെ ആദ്യം ചെയ്തു. അതിനുശേഷം ഇന്ന് പുൾ ഡേ ആയതുകൊണ്ട് ലാറ്റ് പുള്ള് ചെയ്തു. വളരെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തു എല്ലാ എക്സസൈസുകളും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സ്ലോ മൂവ്മെൻറ്റ്സിൽ വെയിറ്റ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം എന്നതിനേക്കാൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എടുക്കുന്ന വെയിറ്റ് എത്ര കൺട്രോൾഡായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ്. വെയിറ്റ് കുറച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഓരോ റെപ്പും ക്ലീൻ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. രാവിലത്തെ ജിമ്മിലെ ജെൻസിൻ്റെ ടൈം ഓൾമോസ്റ്റ് കഴിയാറായതുകൊണ്ട് ചടപടാന്നൊന്ന് പമ്പിങ്ങൊക്കെ ചെക്ക് ചെയ്തു. ലേഡീസ് ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് പമ്പിങ്ങൊക്കെ ചെക്ക് ചെയ്തു, അവിടെ നിന്ന് പുറത്തിറങ്ങി. ചിക്കൻ ബ്രസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ കടയിലെത്തി. ആൾക്ക് വേണ്ടിയിട്ട് ചാകാൻ വിധിക്കപ്പെട്ട കുറേ കോഴികൾ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് സർപ്രൈസ് കൊടുക്കാൻ കരുതി ഒരു ചെറിയ പ്ലം കേക്ക് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയപ്പോൾ അമ്മ അവിടെ ഇല്ലായിരുന്നു. അമ്മ തൊഴിലുറപ്പിന് പോയി. ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഫാറ്റ് ബോഡിക്ക് ആവശ്യമായതുകൊണ്ട് 4 ഹോർലിക്സാണ് എടുത്തത്. മുട്ടയുടെ മഞ്ഞ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ കുറച്ച് കൂടുതൽ കിട്ടും. അതിനുശേഷം നേരെ ക്രിയാറ്റിൻ കുടിച്ചു. അതിനുശേഷം വൈഫിന് ജസ്റ്റ് ഒന്ന് കുറച്ച് എക്സസൈസുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അവളെ പുള്ളപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കി, നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഉച്ചത്തെ ആഹാരം ഇതായിരുന്നു. ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ വേ പ്രോട്ടീൻ ഗീവേയിൽ വിജയിച്ച ആകർഷ് ബ്രോയെ കാണാൻ വേണ്ടിയിട്ട് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സ് എത്തി. ആസി വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു ആക്ടറാണ് ആകർഷ് ബ്രോ. ജിമ്മിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരാളുടെ കയ്യിൽ തന്നെ കൊടുക്കാൻ പറ്റില്ല, സന്തോഷമുണ്ട്. കിട്ടിയ സ്റ്റെപ്സ് ഒന്നും ഞാൻ വിട്ടില്ല. മാക്സിമം സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റെപ്സും നടന്ന് തന്നെ കയറി. പിന്നെ വീട്ടിലെത്തി കുട്ടികളോട് കുറച്ച് നേരം കളിച്ചു. കാരണം അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇന്നത്തെ കാർബ്സ് ആൻഡ് ഫാറ്റ് ഓൾമോസ്റ്റ് റീച്ച് ആയതുകൊണ്ട് വേ പ്രോട്ടീനും എഗ് വൈറ്റും മാത്രമാണ് പിന്നീട് കഴിച്ചത്.